കാശ് കൂടുതൽ വരുമ്പോൾ ചെലവ് ഇരട്ടിയാക്കാൻ പാടില്ല. അതാണിന്ന് സെക്കൻഡ് പ്രോബ്ലം. നമ്മുടെ പുതിയ ജനറേഷൻ വരവിനേക്കാൾ കൂടുതൽ ചെലവ് പാടില്ല. എന്താണ് വരവെന്ന് മനസ്സിലാക്കി അതനുസരിച്ചേ ചെലവ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ പിതാവിൻ്റെ ഓഫീസിൽ നിന്ന് പിതാവ് മകനെ ഏൽപ്പിച്ചു. മകൻ നേരെ വന്നു. അവൻ അമേരിക്കയിലും UK-യിലും പുതിയ പുതിയ ടെക്നോളജിയൊക്കെ പഠിച്ച് വന്ന് ഓഫീസിലിരിക്കുമ്പോൾ ഇതൊക്കെ വളരെ ഓൾഡ് ഫാഷൻ ഓഫീസാണ്. അപ്പോൾ കുറേ കാശ് ഓഫീസ് റീഫർണിഷ് ചെയ്യാൻ വേണ്ടി ഓഫീസ് നന്നാക്കണ്ടെന്നല്ല ഇതിൻ്റെ അർത്ഥം. റീഫർണിഷ് ചെയ്യാൻ കുറേ ചിലവാക്കി. ഒരു കമ്പ്യൂട്ടറിന് ഒരു 4-5 കമ്പ്യൂട്ടർ കൊണ്ടുവന്നു. ഒരു 3-4 സെക്രട്ടറിമാരെ വെച്ച്, ഒരു വണ്ടിക്ക് വരെ ഒരു 3-4 വണ്ടി വെച്ച്, അങ്ങനെ എക്സ്പെൻസ് വർദ്ധിക്കുകയും വരുമാനം കുറയുകയും ചെയ്യുമ്പോൾ കച്ചവടം ഫ്ലോപ്പായി പോകും. നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കൂ. നമ്മുടെ പഴയ ജനറേഷൻ കച്ചവടക്കാർ, അവരുടെ മക്കൾ ഇപ്പോൾ ആ കച്ചവടമൊക്കെ ഏത് നിലയ്ക്ക് എത്തിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.